കെ പി ഫാബിയാൻ, നയതന്ത്ര തലത്തിൽ ചില നിർണായക നീക്കങ്ങൾ, ഇതുവരെ ഇല്ലാത്ത നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഫ്ഗാനിസ്ഥാനുമായി ഉള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു എന്നത്. അത് താലിബാൻ ഭരണകൂടം അവിടെ അധികാരമേറ്റതിനു ശേഷം ആ ഭരണകൂടത്തെ ഇതുവരെ അംഗീകരിക്കാത്ത ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നീക്കമുണ്ടാകുന്നത്. മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഇത്തരം തന്ത്രപ്രധാന നീക്കങ്ങളെ എങ്ങനെ കാണണം? നമ്മൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലിരിക്കുന്ന താലിബാൻ ഗവൺമെന്റിനോട് എൻഗേജ് ചെയ്യുക. ഇത് നമുക്ക് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. കാരണം താലിബാൻ അവിടെ അധികാരം ഏറ്റെടുത്തപ്പോൾ ചൈന അടുത്തുകൂടി അവിടെ മൈനിങ് തുടങ്ങി. ലിഥിയം, കോപ്പർ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൈൻസ് മെറ്റൽസ് ഉള്ള സ്ഥലത്ത് ചൈന വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, അഫ്ഗാനിസ്ഥാൻ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നപ്പോൾ ഇന്ത്യ ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. ഇനി അത് പോട്ടെ, കഴിഞ്ഞത് പോയി. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഇത് തന്നെയുമല്ല, താലിബാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നത് പാകിസ്ഥാൻ ISIയുടെ എന്താ പറയാ ആണ് അവരുടെ ഉപദേഷ്ടാക്കള്. അപ്പോ എന്നിട്ട് ആദ്യമായിട്ട് കുറെ നാളത്തേക്ക് ഇവർ തമ്മിൽ വലിയ മമതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മമത പോയി. അതിന് കാരണം പാകിസ്ഥാനിലുള്ള അഭിപ്രായം, ഈ ജനറൽ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫാണ് അത് മെസ്സപ്പ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുകയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ പ്രോജക്ട്സ് എല്ലാം പുനരുദ്ധരിപ്പിക്കണം. വളരെ നല്ല കാര്യം. ഒരു താലിബാൻ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രവുമായി സഹകരണം ഏതൊക്കെ തലത്തിൽ എത്ര വരെ കൊണ്ടുപോകാൻ ഇന്ത്യയെ സംബന്ധിച്ചാകും? മാത്രവുമല്ല, ദൂരവ്യാപകമായി അതിനെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഇന്ത്യയെ സംബന്ധിച്ച് വേണമോ? ഇന്ത്യൻ ജയിലിലുള്ള അഫ്ഗാനിസ്ഥാനികളെ വിട്ടയക്കുക തുടങ്ങിയ ഉപാധികൾ ഇതിനോടകം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം അഫ്ഗാനിസ്ഥാനുമായുള്ളത് അവര് സ്ത്രീകളുടെ റൈറ്റ്സ് അംഗീകരിക്കുന്നില്ല. അവർക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം, നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അവരോട് പറയണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ നല്ലതല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ആദരിക്കേണ്ടതാണ്. അതൊന്ന്. രണ്ടാമത്, അവിടെ ഒരു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ശരിക്കും നടക്കുന്നുണ്ടെന്ന്. നമ്മൾ ഒരു ഓഫർ ചെയ്യണം, ആ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടേഴ്സ് നടത്താം. പക്ഷേ അവിടെ നമ്മൾ അഫ്ഗാൻ സ്ത്രീകളെ എംപ്ലോയ് ചെയ്യും. അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും പാടില്ല. അതായത് സ്ത്രീകളുടെ അവകാശങ്ങളെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ താലിബാൻ ഗവൺമെന്റ് ഭീകര പ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അവർ റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ശ്രീ കെ പി ഫാബിയാൻ, നമ്മൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോട് ഒരു സന്ധിയുമില്ല എന്നതാണ് ഇന്ത്യൻ നിലപാട്. ആ യുദ്ധം തുടരും എന്ന സന്ദേശം നൽകിക്കൊണ്ട് താലിബാൻ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തെ ഒപ്പം നിർത്തുക എന്നത് സാധ്യമാണോ? ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അത് നീതീകരിക്കുന്ന, ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ആയിരിക്കുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താലിബാൻ ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ്ഡ് അല്ല. അവരൊരു കാലത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ അവരോട് മിണ്ടില്ല, അവരുടെ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ നയം മാറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റൊന്ന്, തുർക്കിയോടും അസർബൈജാനോടും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടാണ്. നമുക്കറിയാം, പ്രത്യക്ഷമായി തന്നെ പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്തെത്തിയ രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ
തുർക്കിയുടെ സ്ഥാനപതി ചുമതലയേൽക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ വ്യോമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനെതിരെ എടുത്ത നടപടിയാണ്. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള അവരുടെ നീക്കം ഇതിനോടകം വാർത്തയായി തന്നെ വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പാകിസ്ഥാനോട് മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളോടും ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഇന്ത്യയെ ബാധിക്കുക? ആ നിലപാട് ഇന്ത്യക്ക് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരു പരിധിവരെ അങ്ങനെയുള്ള ഒരു നിലപാടിന് യുക്തിയുണ്ട്. അതായത് ചില ടർക്കിഷ് കമ്പനീസ് കോൺട്രാക്റ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവര് ആ ടെൻഡറിലൊക്കെ അവർക്ക് നല്ല സ്ഥാനമുണ്ട്. അപ്പൊ ഒരു പരിധിവരെ അതാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻസ് ടൂറിസ്റ്റ് ടർക്കിയിലേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം എന്തിനാണ് ഒരു ഇന്ത്യൻ ടർക്കിയിലേക്ക് പോകുന്നത്? അത് എർദോവാന്റെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനാണോ പോകുന്നത്? അല്ല. നമ്മൾ പോകുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് കാലത്ത്, നമ്മൾ പോകുന്നത് ടർക്കിയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഉണ്ട്, പിന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ അവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനല്ല പോകുന്നത്. അതൊന്ന്. രണ്ടാമത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരു ടർക്കിഷ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കരാറ് ഇപ്പോൾ സസ്പെൻഷനിൽ വെച്ചിരിക്കുകയാണ്. അതിന് നാഷണൽ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, രണ്ട് യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുക എന്നുള്ളത്. പിന്നെ അസർബൈജാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. അസർബൈജാനും അർമേനിയയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു, നഗോർണ കറബാഗ്. ആ കാര്യത്തിൽ ഇന്ത്യ, അതിൽ യുദ്ധം ഉണ്ടായി. അതിൽ ഇന്ത്യ അർമേനിയക്ക് ഒരുപാട് വെപ്പൺസ് വിറ്റു. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് $600 മില്യൺ വിലയുള്ള വെപ്പൺസ് വിറ്റു. അത് അസർബൈജാന് ഇഷ്ടമായില്ല. അത് കാരണമാണ് അസർബൈജാൻ ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അസർബൈജാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പൊ 24 കുറച്ച് കുറവായിരുന്നു, ഏതാണ്ട് $700 മില്യൺ ഡോളർ വരുമെന്നാണ് എൻ്റെ ഓർമ്മ. 23 അത് 1.2, അതിൽ 1200 മില്യൺ ആയിരുന്നു. അപ്പൊ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അസർബൈജാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് നിർത്തുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അത് പാക് പ്രധാനമന്ത്രി ഒപ്പം തന്നെ ഇഷാഖ് ദറും ഒക്കെ അത്തരമൊരു സന്നദ്ധത, ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഭീകരത എന്ന വിഷയത്തിൽ ഒപ്പം തന്നെ POKയുടെ കാര്യത്തിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ്. ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം സാധ്യമാണ്? ഇതുവരെയുള്ള ഇന്ത്യൻ സമീപനങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചാൽ അതിനോട് സഹകരിക്കുക എന്നതായിരുന്നു. ഇനിയുള്ള കാലത്ത് നമുക്ക് ഭീകരതയെക്കുറിച്ച് മാത്രം ചർച്ച എന്നൊരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, അതിൽ ഉറച്ച് മുന്നോട്ട് പോവുക എന്നത് എത്രമാത്രം സാധ്യമാകും? എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ നയത്തിൽ പാകിസ്ഥാനോട് മിണ്ടില്ല. അവര് ഭീകരത എന്താ പറയുക അബാൻഡൻ ചെയ്യണവരെ അവരോട് മിണ്ടില്ല. ആ നിലപാട് കൊണ്ട് നമുക്കൊന്നും മെച്ചം കിട്ടിയിട്ടില്ല. പാകിസ്ഥാനോട് നമ്മൾ സംസാരിക്കണം. പക്ഷെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഭീകരതയുടെ കാര്യമായിരിക്കണം. അത് മുന്നിട്ട് മീഡിയയോട് പറയേണ്ട ആവശ്യമില്ല. ചർച്ചയ്ക്ക് സമ്മതിക്കുക, എന്നിട്ട് ചർച്ച കൂടുമ്പോൾ ഇത് പറയുക. ഒരു പ്രശ്നമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയുടെ കാര്യത്തിൽ. അതായത് ഇപ്പോൾ ഫോറിൻ സെക്രട്ടറി ലെവൽ ചർച്ചയാണെങ്കിൽ തന്നെയും ആദ്യം ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ഇന്ത്യൻ മീഡിയയോട് പറയും, ഞങ്ങൾ ഇതാണ് പാകിസ്ഥാനോട് പറയാൻ പോകുന്നത്, ഒരു മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്, ഒരു വാർണിംഗ് നൽകാൻ പോവുകയാണ്. പാകിസ്ഥാൻ ഫോറിൻ സെക്രട്ടറി അതുപോലെ പാകിസ്ഥാൻ മീഡിയയോട് പറയും. ഇങ്ങനെയല്ല ക്ലാസിക്കൽ ഡിപ്ലോമസി. ക്ലാസിക്കൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ, ചർച്ച എന്ന് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുറത്തേക്ക് വിടാം. അല്ലാതെ മീഡിയയോട് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ചർച്ച തുടങ്ങുന്നത് ഒട്ടും ബുദ്ധിപരമല്ല. ഒറ്റ കാര്യം കൂടി ശ്രീ KP ഫാബിയാൻ, നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്
ഈ ടെററിസവും ട്രേഡും ഒരുമിച്ച് പോകില്ല, ടെററിസവും ടോക്കും ഒരുമിച്ചുണ്ടാകില്ല, വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞത് സിന്ധു നദീജല ഉടമ്പടി നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിലൂടെ പാകിസ്ഥാന്റെ വെള്ളം തടയാനുള്ള ഏതൊരു ശ്രമത്തെയും യുദ്ധ നടപടിയായി കണക്കാക്കും എന്നതാണ്. ഇന്ത്യ ഏതൊരു ടെറർ നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നതും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. അത് എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് മനസ്സിലാകുന്നു. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പാകിസ്ഥാനെ വരുതിക്ക് വരുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം എത്രമാത്രം സാധ്യതയുള്ളതാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിനാരിയോ, അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു ഉറപ്പ് കൊടുക്കുക, പരസ്യമായിട്ടല്ല, കോൺഫിഡൻഷ്യൽ ഡിപ്ലോമാറ്റിക് ടോക്സിൽ, അതായത് ഭാവിയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാതൊരു തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പാകിസ്ഥാൻ പെർമിഷൻ കൊടുക്കില്ല. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് അത് ഇന്ത്യ അത് ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇന്ത്യ പറയണം നല്ല കാര്യം, പക്ഷേ പ്രസിഡന്റ് റേഗൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രസ്റ്റ് ബട്ട് വെരിഫൈ. അതുകൊണ്ട് പാകിസ്ഥാൻ കുറച്ച് കോൺസിക്വൻഷ്യൽ ആക്ഷൻ എടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്യുക. പിന്നെ അവിടെ ട്രെയിനിങ് കൊടുത്തിരുന്ന യുവാക്കൾക്ക് അവര് പ്രായം കുറവാണെങ്കിൽ അവർ സ്കൂളിലേക്ക് അയക്കുക, പ്രായം കൂടുതലാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക. അതിൽ നേതാക്കളെ, അത് നടത്തിക്കൊണ്ടിരുന്ന മേധാവികളെ അവരെ തടങ്കലിൽ വെച്ചിട്ട് പ്രൊസീഡിങ്സ് എടുക്കുക. ഇത് പാകിസ്ഥാൻ ചെയ്യണം. ഇത് ഇന്ത്യക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പറയണം, ഞങ്ങൾ വെരിഫൈ ചെയ്തു, ഞങ്ങൾ ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലേക്ക് തിരികെ വരാൻ തയ്യാറാണ്. അത് ആ ട്രീറ്റ് തന്നെ റീനെഗോഷിയേറ്റ് ചെയ്യണമെന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ആ ട്രീറ്റിയിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇന്ത്യ പറയണം. ഇത് ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്, പാകിസ്ഥാൻ ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പാകിസ്ഥാന്റെ ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റിന്റെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് കുറെ നാളത്തേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ ചൈന പറയും, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ നിങ്ങളോടും ചെയ്യും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. വേറെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അബയൻസ് വെച്ചത് ടെക്നിക്കൽ മാറ്ററാണ്. നദിയിലെ വെള്ളം ഒഴുകും, അത് നിർത്തുന്നവരെ. അത് നിർത്തണമെങ്കിൽ കനാൽസും റിസർവോയർസും ഒക്കെ വേണം. അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പാകിസ്ഥാന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമയമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വെരിഫൈ ചെയ്താൽ ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലേക്ക് തിരികെ പോകണം.